أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. യുദ്ധങ്ങളെ മുൻനിർത്തി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞാൻ ഹുനൈൻ യുദ്ധത്തെക്കുറിച്ചും വിവരിക്കുന്നതാണ്. ഈ യുദ്ധം ഹിജ്റ 8-ാം വർഷം ഷവ്വാൽ മാസത്തിലാണ് നടന്നത്. മക്കയ്ക്കും ത്വായിഫിനും ഇടയിലുള്ള ഒരു ഗ്രാമത്തിൻ്റെ പേരാണ് ഹുനൈൻ. ഇത് മക്കയിൽ നിന്ന് ഏകദേശം 26 കിലോമീറ്റർ അകലെയാണ്. ഈ യുദ്ധം ഇവിടെ വെച്ച് നടന്നതുകൊണ്ടാണ് ഇതിന് ഹുനൈൻ യുദ്ധം എന്ന് പേര് വന്നത്. ഈ യുദ്ധത്തിൽ പങ്കെടുത്ത വലിയ ഗോത്രം ഹവാസിൻ ആയതുകൊണ്ടാണ് ഇതിനെ ഹവാസിൻ യുദ്ധം എന്നും വിളിക്കാറുള്ളത്. ചിലർ ഇതിനെ ഔത്താസ് യുദ്ധം എന്നും വിളിച്ചിട്ടുണ്ട്. കാരണം ശത്രു സൈന്യത്തിൻ്റെ ഒരു ഭാഗം ഹുനൈനിൽ നിന്ന് ഔത്താസ് എന്ന താഴ്വരയിലേക്ക് ഓടിപ്പോയിരുന്നു. അവിടെ എത്തിയ മുസ്ലിങ്ങൾ ശത്രുക്കളെ പരാജയപ്പെടുത്തത് കൊണ്ടാണ് ഈ പേര് നൽകിയത്. എന്നാൽ മിക്ക എഴുത്തുകാരും ഔത്താസ് യുദ്ധത്തെ വേറെ തന്നെ വിവരിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഹുനൈൻ യുദ്ധത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്: ലഖദ് നസറകുമുല്ലാഹു ഫീ മവാത്തിന കസീറത്തിൻ വയൗമ ഹുനൈനിൻ ഇസ് ആജബത്കും കസ്റതുകും ഫലം തുഗ്നി അൻകും ശൈഅൻ വസാഖത് അലൈക്കുമുൽ അർദു ബിമാ റഹബത് സുമ്മ വല്ലൈതും മുദ്ബിരീൻ സുമ്മ അൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി വഅലൽ മുഅ്മിനീന വഅൻസല ജനൂദൻ ലം തറൗഹാ وعذب الذين كفروا وذلك جزاء الكافرين ثم يتوب الله من بعد ذلك على من يشاء والله غفور رحيم. തീർച്ചയായും അല്ലാഹു നിങ്ങളെ നിരവധി സ്ഥലങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹുനൈൻ ദിവസം നിങ്ങളുടെ ആധിക്യം നിങ്ങൾ അഹംഭാവത്തിലകപ്പെടുത്തി. എന്നാൽ അത് നിങ്ങൾക്കൊരു പ്രയോജനവും ചെയ്തില്ല. ഭൂമി വിശാലമായിരുന്നിട്ടും നിങ്ങൾക്ക് ഇടുങ്ങിയതായി തോന്നി. പിന്നീട് നിങ്ങൾ പിന്തിരിഞ്ഞോടി. പിന്നീട് അല്ലാഹു തൻ്റെ ദൂതനും സത്യവിശ്വാസികൾക്കും മേൽ സമാധാനം ഇറക്കുകയും നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത സൈന്യത്തെ ഇറക്കുകയും ചെയ്തു. അവൻ സത്യനിഷേധികളെ ശിക്ഷിച്ചു. അവിശ്വാസികൾക്കുള്ള പ്രതിഫലം അങ്ങനെയാണ്. പിന്നീട് അല്ലാഹു ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവരെ അവൻ പാപമോചനം നൽകി അനുഗ്രഹിക്കും. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും വളരെ കരുണയുള്ളവനുമാണ്. ഈ യുദ്ധത്തിന് കാരണമായത് ഇതാണ്: മക്ക വിജയിക്കുകയും മക്ക കീഴടക്കപ്പെടുകയും അറബിയിലെ വലിയ ഗോത്രങ്ങൾ അതുവരേക്കും ഇസ്ലാം സ്വീകരിക്കുകയോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുകയോ ചെയ്തിരുന്നു. എന്നാൽ മക്കയുടെ അടുത്തുള്ള ധിക്കാരികളും യുദ്ധക്കൊതിയന്മാരുമായ ഹവാസിൻ, സഖീഫ് എന്നീ ഗോത്രങ്ങൾ കീഴടങ്ങാൻ വിസമ്മതിക്കുക മാത്രമല്ല
അവരുടെ നേതാക്കൾ ഒത്തുകൂടി ഇങ്ങനെയൊക്കെ പറയുകയുണ്ടായി: മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയടക്കം അറബി ഗോത്രങ്ങളെ തൻ്റെ അനുയായികളാക്കിയിരിക്കുന്നു. ഇനി തീർച്ചയായും അദ്ദേഹം നമ്മുടെ നേർക്ക് വരുന്നതാണ്. അതിനാൽ അദ്ദേഹം നമ്മുടെ നേർക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ തന്നെ അദ്ദേഹത്തെ ആക്രമിക്കുന്നതാണ് നല്ലത്. അവർ സ്വയം ഇങ്ങനെ സങ്കല്പിച്ചു: മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നുവരെ വിവരമില്ലാത്ത ആളുകളുമായാണ് യുദ്ധം ചെയ്തിട്ടുള്ളത്. ഞങ്ങളുമായി അദ്ദേഹം ഇതുവരെ ഏറ്റുമുട്ടിയിട്ടില്ല. ഹവാസിൻ ഗോത്രത്തോടൊപ്പം സഖീഫ്, നസർ, ജുഷം ഗോത്രങ്ങളിലെ എല്ലാ യോദ്ധാക്കളും ഒത്തുകൂടുകയുണ്ടായി. സഅദ് ബിൻ ബക്കർ ഗോത്രത്തിലെയും ബനു ഹിലാൽ ഗോത്രത്തിലെയും ചില ആളുകളും ചേർന്നു. ചില റിവായത്തുകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഹവാസിൻ ഗോത്രം ഇതിനു മുമ്പേ മുസ്ലിങ്ങളെ നേരിടാൻ തയ്യാറെടുപ്പും തുടങ്ങിയിരുന്നു എന്നാണ്. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരെയും മറ്റു ഗോത്രങ്ങളെയും പതിയെ പതിയെ കീഴ്പ്പെടുത്തുന്നത് കണ്ടപ്പോൾ അവർക്ക് ഉത്കണ്ഠ ഉളവാവുകയുണ്ടായി. വിഗ്രഹപൂജ അവസാനിക്കുകയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൂട്ടുകാരോടൊപ്പം എല്ലാവരെയും കീഴടക്കുകയും ചെയ്യുമോ എന്ന് അവർ ഭയപ്പെട്ടു. അതിനാൽ അദ്ദേഹത്തെ തടയേണ്ടത് അത്യാവശ്യമാണെന്ന് അവർ മനസ്സിലാക്കി. ഇതിനുവേണ്ടി അവർ തയ്യാറെടുപ്പുകൾ തുടങ്ങി. ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും കൊണ്ടുവരാൻ വേണ്ടി ഉർവ ബിൻ മസൂദിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ ജോർദാനിലെ ജുറഷ് നഗരത്തിലേക്ക് അയച്ചു. ഹവാസിൻ ഗോത്രത്തിന്റെ ഈ തയ്യാറെടുപ്പുകളെ കുറിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയുടെ വിജയത്തിനായി മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചപ്പോഴാണ് അറിഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തിന് മുന്നിൽ ചില ആളുകളെ മുന്നണിപ്പടയായി അയച്ചു. ഈ മുന്നണിപ്പട ഹവാസിൻ ഗോത്രത്തിലെ ഒരാളെ പിടികൂടി. അയാൾ ഒരു ചാരനായിരുന്നു. ഹവാസിൻ ഗോത്രത്തിനു വേണ്ടി മുസ്ലിങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി ചുറ്റിക്കറങ്ങുകയായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ ചോദ്യം ചെയ്തപ്പോൾ ഹവാസിൻ ഗോത്രം വലിയൊരു സൈന്യത്തെ ഒരുക്കിയിട്ടുണ്ടെന്നും സഖീഫ് ഗോത്രത്തെയും കൂടെ ചേർത്തിട്ടുണ്ടെന്നും വലിയ ആയുധങ്ങളും ഉപകരണങ്ങളും എടുക്കാൻ വേണ്ടി ജുർഷിലേക്ക് ഒരു സംഘത്തെ അയച്ചിട്ടുണ്ടെന്നും അയാൾ പറയുകയുണ്ടായി. ഹവാസിൻ ഗോത്രം ഈ തയ്യാറെടുപ്പിലായിരിക്കുമ്പോൾ മക്ക വലിയ എതിർപ്പുകളൊന്നുമില്ലാതെ എളുപ്പം കീഴടക്കപ്പെട്ടു. ഇത് കാരണം ഹവാസിൻ ഗോത്രം അവരുടെ ശക്തിയുടെ അഹങ്കാരത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും നേരിടാൻ പുറപ്പെടാൻ തീരുമാനിച്ചു. മുസ്ലിങ്ങളെ കീഴടക്കി നശിപ്പിക്കാൻ ഞങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നവർ വിശ്വസിക്കുകയുണ്ടായി. ഈ എല്ലാ ഗോത്രങ്ങളും ഹവാസിൻ ഗോത്രത്തിന്റെ 30 വയസ്സുള്ള യുവ നേതാവായ മാലിക് ബിൻ ഔഫിനെ തങ്ങളുടെ സൈനാധിപനും നേതാവുമായി തിരഞ്ഞെടുത്തു. 20,000 വരുന്ന സൈന്യം ഹുനൈനിലേക്ക് നീങ്ങാൻ തുടങ്ങി. ഹവാസിൻ ഗോത്രത്തിന്റെ നേതാവ് മാലിക് ബിൻ ഔഫ് ഈ യുദ്ധത്തിനു വേണ്ടി അറബ് ചരിത്രത്തിൽ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു നടപടി സ്വീകരിക്കുകയുണ്ടായി. സൈനാധിപൻ ഓരോ ഗോത്രത്തിലെയും ഓരോ വ്യക്തിയോടും തൻ്റെ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പുറപ്പെടരുത്, ഭാര്യമാരെയും കുട്ടികളെയും മാത്രമല്ല തൻ്റെ മൃഗങ്ങളെയുമെല്ലാം കൂടെ കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയുണ്ടായി. ഇതിലൂടെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ്യം ഓരോ യോദ്ധാവും മരണത്തോളം ധീരമായി യുദ്ധം ചെയ്യണം എന്നതായിരുന്നു. ഓടിപ്പോകാൻ ഒരു വഴിയുമില്ലെന്ന് അവരുടെ മനസ്സിലുണ്ടായിരിക്കും. കാരണം അവരുടെ ഭാര്യമാരും കുട്ടികളും മൃഗങ്ങളുമെല്ലാം കൂടെയുണ്ടല്ലോ. ഈ യുദ്ധത്തിൽ ഒരു വൃദ്ധനായ നേതാവായ ദുറൈദ് ബിൻ സുമ്മ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അദ്ദേഹം ഹവാസിൻ ഗോത്രത്തോടൊപ്പമായിരുന്നു. ജുഷാം ഗോത്രത്തിൽ ദുറൈദ് ബിൻ സുമ്മ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു.
അദ്ദേഹത്തിന് 100 വയസ്സിലധികം പ്രായമുണ്ടായിരുന്നു. അദ്ദേഹം വളരെ വൃദ്ധനായ ഒരു വ്യക്തിയായിരുന്നു. കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് യുദ്ധം ചെയ്യാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹം വളരെ പരിചയസമ്പന്നനും യുദ്ധവിദ്യകളെക്കുറിച്ച് നന്നായി അറിയുന്നവനുമായിരുന്നു. ധീരതയിലും കുതിരയോട്ടത്തിലും ഒരു കാലത്ത് അദ്ദേഹത്തിന് വലിയ പ്രശസ്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിചയ സമ്പത്തും വൈദഗ്ധ്യവും പ്രയോജനപ്പെടുത്താൻ വേണ്ടി അവർ അദ്ദേഹത്തെയും കൂടെ കൂട്ടി. മാലിക് ഇബ്നു ഔഫ് ആളുകളോടൊപ്പം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിടാൻ പുറപ്പെടാൻ സമ്മതിച്ചപ്പോൾ ആളുകൾ അവരുടെ സ്വത്തുക്കളും സ്ത്രീകളും കുട്ടികളുമായി പുറപ്പെട്ടു. അങ്ങനെ അവർ ഔതാസ് താഴ്വരയിലെത്തുകയും അവിടെ തങ്ങുകയും ചെയ്തു. വൃദ്ധനായ ദുറൈദ് ബിൻ സുമ്മ താഴെ ഇറങ്ങി തൻ്റെ കൈകൊണ്ട് നിലത്തു തൊട്ടു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഏത് താഴ്വരയിലാണ്? അവർ പറഞ്ഞു, ഔതാസ് താഴ്വരയിൽ. അദ്ദേഹം പറഞ്ഞു, ഇത് കുതിരകൾക്ക് സഞ്ചരിക്കാൻ നല്ല സ്ഥലമാണ്. കാഠിന്യത്തിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല. കുളമ്പുകൾ ആഴ്ന്നു പോകാത്ത വിധത്തിൽ മൃദുവായിട്ടുമില്ല. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞാൻ കുട്ടികളുടെ കരച്ചിലും ഒട്ടകങ്ങളുടെ കഴുതകളുടെയും ആടുകളുടെയും പശുക്കളുടെയും ശബ്ദങ്ങളും കേൾക്കുന്നത്? ആളുകൾ മറുപടി പറഞ്ഞു, മാലിക് ബിൻ ഔഫിന്റെ നിർദ്ദേശപ്രകാരം കുട്ടികളെയും സ്ത്രീകളെയും മൃഗങ്ങളെയും എല്ലാം കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ദുറൈദ് മാലിക്കിനോട് പറഞ്ഞു, നീ നിന്റെ ഗോത്രത്തിന്റെ നേതാവാണ്. ഇന്നത്തെ ദിവസത്തിന്റെ സ്വാധീനം ബാക്കി ദിവസങ്ങളിലും ഉണ്ടായിരിക്കും. ഈ കുട്ടികളെയും ഒട്ടകങ്ങളെയും കഴുതകളെയും ആടുകളെയും പശുക്കളെയും എന്തിനാണ് കൂടെ കൊണ്ടുവന്നത്? അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ ഓരോ മനുഷ്യന്റെയും പിന്നിൽ അവന്റെ കുടുംബത്തെ നിർത്താൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവർ ധീരതയോടെ ശത്രുവിനോട് യുദ്ധം ചെയ്യും. ദുറൈദ് പറഞ്ഞു, ഇതൊരു വളരെ തെറ്റായ തീരുമാനമാണ്. അള്ളാഹുവാണ് സത്യം. നിങ്ങൾ വെറും ആടുകളെ മേയ്ക്കാൻ മാത്രമാണ് അറിയുന്നത്. അതായത് നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ അറിയുകയില്ല. യുദ്ധത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു വിവരവുമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, പരാജയപ്പെട്ട ഒരു സമൂഹത്തിന് നഷ്ടപ്പെട്ടതൊക്കെ തിരികെ കിട്ടുമോ? കേൾക്കൂ, യുദ്ധത്തിൽ നിങ്ങൾ പ്രയോജനപ്പെടുന്നത് ഒരാളുടെ കുന്തവും അവൻ്റെ വാളും മാത്രമാണ്. യുദ്ധത്തിൻ്റെ വിധി നിങ്ങൾക്കെതിരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരെയും കുട്ടികളെയും സ്വത്തുക്കളെയും നഷ്ടപ്പെടും. ഓ മാലിക്, നീ ഹവാസിന്റെ സമൂഹത്തെയും കുതിരകളെയും എന്തുകൊണ്ട് മുന്നോട്ട് അയച്ചില്ല? സ്വത്തുക്കളും സ്ത്രീകളും കുട്ടികളും ഗോത്രത്തിന്റെ കോട്ടകളിലേക്ക് അയക്കൂ. എന്നിട്ട് കുതിരപ്പുറത്ത് കയറി അവരുടെ യുദ്ധം ചെയ്യൂ. കാലാൽപ്പട കുതിരപ്പടക്ക് നടുവിലായിരിക്കട്ടെ. നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ ഈ ആളുകളും കുട്ടികളും മൃഗങ്ങളും നിങ്ങളോടൊപ്പം ചേരും. നിങ്ങൾ പരാജയപ്പെട്ടാൽ നിങ്ങൾക്ക് അവരുടെ അടുത്തേക്ക് പോകാം. അങ്ങനെ നിങ്ങളുടെ കുടുംബവും എല്ലാ മൃഗങ്ങളും രക്ഷപ്പെടുന്നതാണ്. മാലിക് ബിൻ ഔഫ് പറഞ്ഞു, അള്ളാഹുവാണ് സത്യം. ഞാൻ അങ്ങനെ ചെയ്യുന്നതല്ല. എൻ്റെ തീരുമാനം മാറ്റുകയുമില്ല. നിങ്ങൾ വൃദ്ധനായിരിക്കുന്നു. നിങ്ങളുടെ ബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു. ദുറൈദ് പറഞ്ഞു, ഓ ഹവാസിൻ സമൂഹമേ, അള്ളാഹുവാണ് സത്യം. ഈ അഭിപ്രായം ശരിയല്ല. ഈ വ്യക്തി നിങ്ങളുടെ സ്ത്രീകളെ അപമാനിക്കും. ഈ വ്യക്തി നിങ്ങളെ ശത്രുക്കളുടെ കയ്യിലേൽപ്പിച്ച് സ്വയം സഖീഫിന്റെ കോട്ടകളിൽ ഒളിച്ചു ചേരും. അതിനാൽ നിങ്ങൾ തിരികെ പോവുക, അദ്ദേഹത്തെ വിട്ടേക്ക്. ഇങ്ങനെ അദ്ദേഹം യുദ്ധം ചെയ്യാൻ പാടില്ലെന്ന് ഉപദേശിച്ചു. ഇതിൽ മാലിക് തന്റെ വാൾ പുറത്തെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഓ ഹവാസിൻ സമൂഹമേ, അള്ളാഹുവാണ് സത്യം. നിങ്ങൾ എന്നെ അനുസരിക്കുക, അല്ലെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ ഭാരവും ഈ വാളിൽ വെച്ച് എൻ്റെ നെഞ്ചിലൂടെ ഇറക്കുന്നതാണ്. അതായത് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാണ്. ബനു ഹവാസിൻ പരസ്പരം ചർച്ച ചെയ്തു. അള്ളാഹുവാണ് സത്യം. നമ്മൾ മാലിക്കിനെ അനുസരിച്ചില്ലെങ്കിൽ അവൻ സ്വയം മരിക്കും. അവൻ ചെറുപ്പമാണ്, 30 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ദുറൈദിനോടൊപ്പം നിൽക്കേണ്ടി വരും. അയാൾ വൃദ്ധനാണ്. അയാളോടൊപ്പം യുദ്ധം ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ മാലിക്കിനോട് യോജിക്കുക. അങ്ങനെ തന്നെയാണ് സംഭവിക്കുകയുണ്ടായത്. മാലിക് ദുറൈദിനോട് ചോദിച്ചു, ഇതല്ലാതെ മറ്റെന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ദുറൈദ് പറഞ്ഞു, അതെ. നിങ്ങളെ സഹായിക്കുന്ന ആളുകളെ ഒളിയിടങ്ങളിൽ ഒളിപ്പിക്കുക. ശത്രുക്കൾ നിങ്ങൾ ആക്രമിച്ചാൽ അവർ പിന്നിൽ നിന്ന് ആക്രമിക്കും. നിങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം വീണ്ടും ആക്രമിക്കാൻ കഴിയും. അപ്പോൾ ആരും പിന്നോട്ട് പോകില്ല.
അപ്പോൾ മാലിക് തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ താഴ്വരകളുടെയും മലയിടുക്കുകളുടെയും അടിഭാഗത്ത് ഒളിക്കുക. ആദ്യ ആക്രമണം തന്നെ ഒന്നിച്ചു നടത്തുക. അങ്ങനെ ഇസ്ലാമിക സൈന്യത്തെ പരാജയപ്പെടുത്താൻ കഴിയുന്നതായിരിക്കും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബനു ഹവാസിന്റെ തയ്യാറെടുപ്പുകളെ കുറിച്ച് വിവരം ലഭിച്ചു. അതിന്റെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മക്കയിൽ വെച്ച് ഈ സംഭവങ്ങളെക്കുറിച്ച് വിവരം ലഭിച്ചു. ഹവാസിൻ ഗോത്രത്തിന്റെ സൈന്യത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ഹസരത്ത് അബ്ദുല്ല ബിൻ അബു ഹദ്രത് അസ്ലമിയെ അയച്ചു. നേരത്തെ ഒരു ചാരൻ ആയുധങ്ങൾ ശേഖരിക്കുന്നുണ്ടെന്ന് വിവരം നൽകിയിരുന്നു. ഇപ്പോൾ ഈ തയ്യാറെടുപ്പ് പൂർത്തിയായപ്പോൾ അവിടുന്ന് തൻ്റെ ഒരാളെ വാർത്തകൾ അറിയാൻ വേണ്ടി അയക്കുകയുണ്ടായി. അദ്ദേഹമാണ് ഹസരത്ത് അബ്ദുല്ല ഇബിൻ അബു ഹദ്രത് അസ്ലമി. ഹസരത്ത് അബ്ദുല്ല ബിൻ അബു ഹസ്രത് അസ്ലമി ഹവാസിന്റെ സൈന്യത്തിൽ പ്രവേശിച്ചു. അവരോടൊപ്പം നടന്ന് എല്ലാ വിവരങ്ങളും ശേഖരിച്ചു. അദ്ദേഹം 1-2 ദിവസം അവരോടൊപ്പം തങ്ങി. മാലിക് തന്റെ കൂട്ടുകാരെ ധൈര്യപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ പറയുന്നത് അദ്ദേഹം കേട്ടു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനു മുമ്പ് യുദ്ധകലകൾ അറിയുന്ന ഒരു സമൂഹവുമായും യുദ്ധം ചെയ്തിട്ടില്ല. യുദ്ധം ചെയ്യാൻ അറിയാത്ത സമൂഹത്തിലെ യുവാക്കളുമായിട്ടാണ് അദ്ദേഹം യുദ്ധം ചെയ്തത്. അങ്ങനെ അദ്ദേഹം അവരെ കീഴടക്കി. അതിനാൽ നാളെ രാവിലെ നിങ്ങൾ നിങ്ങളുടെ മൃഗങ്ങളെയും സ്ത്രീകളെയും നിങ്ങളുടെ പിന്നിൽ അണിനിരത്തുക. എന്നിട്ട് ഒറ്റയടിക്ക് ആക്രമിക്കുക. നിങ്ങൾ നിങ്ങളുടെ വാളുകളുടെ ഉറകൾ പൊട്ടിക്കുക. ഉറയില്ലാത്ത 20,000 വാളുകൾ കൊണ്ട് യുദ്ധം ചെയ്യുക. ഒരു പുരുഷന്റെ ആക്രമണം പോലെ ആക്രമിക്കുക. ആദ്യം ആക്രമിക്കുന്നവനാണ് വിജയിക്കുക എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. പിന്നീട് അബ്ദുല്ല ബിൻ അബു ഹദ്രത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് എല്ലാ വിവരങ്ങളും നൽകുകയുണ്ടായി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റുമുട്ടലിന് തയ്യാറെടുക്കാൻ നിർബന്ധിതനായി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ഹവാസിനെ നേരിടാൻ വേണ്ടി മക്കയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് പരിശോധന നടത്തിയപ്പോൾ ഇസ്ലാമിക സൈന്യത്തിന്റെ പക്കൽ നടക്കാൻ പോകുന്ന യുദ്ധത്തിനാവശ്യമായ യുദ്ധസാമഗ്രികൾ വളരെ കുറവായിരുന്നു. ഈ കുറവ് നികത്താൻ വേണ്ടി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ധനികനായ സർദാർ സഫ്വാൻ ബിൻ ഉമയ്യയോട് ചില ആയുധങ്ങൾ കടമായി ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അങ്ങ് എൻ്റെ സാധനങ്ങൾ കടമായി ആണോ എടുക്കുന്നത്, അതോ പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, ഞങ്ങളിത് കടമായി ചോദിക്കുകയാണ്. ഇത് തിരികെ തരാൻ ഞാൻ ഉറപ്പു നൽകാം. ഇതിൽ അദ്ദേഹം അത് നൽകാൻ തയ്യാറായി. അദ്ദേഹം 100 പടച്ചട്ടകൾ നൽകി. അതോടൊപ്പം തലയിൽ ധരിക്കുന്ന കവചങ്ങളും പരിചകളും ഉണ്ടായിരുന്നു. ചില റിവായത്തുകൾ അനുസരിച്ച് ഈ ആയുധങ്ങൾ കൊണ്ടുപോകാൻ അദ്ദേഹം ഒട്ടകങ്ങളെയും നൽകി. യുദ്ധത്തിന് ശേഷം സഫ്വാന്റെ പടച്ചട്ടകൾ തിരികെ നൽകാൻ ശേഖരിച്ചപ്പോൾ അവയിൽ ചിലത് കുറവായിരുന്നു. പടച്ചട്ടകൾ തിരികെ നൽകുമെന്ന് ഉറപ്പു നൽകിയതുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫ്വാനുമായി സംസാരിച്ച് അതിന്റെ വിലയെടുക്കാൻ പറഞ്ഞു. എന്നാൽ സഫ്വാൻ പടച്ചട്ടകൾ നൽകിയപ്പോൾ ഉണ്ടായിരുന്ന അതേ സഫ്വാൻ ആയിരുന്നില്ല. യുദ്ധത്തിൽ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നെങ്കിലും അപ്പോഴും ഒരു ബഹുദൈവാരാധകൻ തന്നെയായിരുന്നു. ഹുനൈൻ സംഭവത്തിന് ശേഷം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അതുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചട്ടകളുടെ വില നൽകാൻ പറഞ്ഞപ്പോൾ സഫ്വാൻ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ് ലിഅന്ന ഫീ ഖൽബിൽ യൗമ മാ ലം യകുൻ യൗമയിദിൻ. വേണ്ട അള്ളാഹുവിൻ്റെ ദൂതരെ, കാരണം ഇന്ന് എൻ്റെ മനസ്സിലുള്ള അവസ്ഥ അന്നത്തേതുപോലെയായിരുന്നില്ല. അദ്ദേഹം വില വാങ്ങാൻ വിസമ്മതിച്ചു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പിതൃ സഹോദര പുത്രനായ നൗഫൽ ബിൻ ഹാരിസിൽ നിന്ന് 3000 കുന്തങ്ങൾ കടം വാങ്ങി. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ ഈ കുന്തങ്ങൾ ശത്രുവിൻ്റെ പുറകിൽ ആഴത്തിൽ പതിക്കുന്നത് കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രസ്താവനയിൽ ശത്രുക്കൾ പരാജയപ്പെട്ട് ഓടുകയും അവർക്ക് വലിയ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്യുമെന്ന പ്രവചനമുണ്ടായിരുന്നു. അതുപോലെ ഇബ്ൻ അബൂ റബീയിൽ നിന്നും ചില ആയുധങ്ങൾ കടം വാങ്ങി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നത സ്വഭാവത്തിന്റെ ഒരു തിളക്കം ശ്രദ്ധേയമാണ്. അവിടുന്ന് മക്ക കീഴടക്കി
ഇപ്പോൾ മക്ക പരാജയപ്പെട്ട ഒരു സമൂഹമായിരുന്നു. യുദ്ധ നിയമങ്ങളും ആചാരങ്ങളും അനുസരിച്ച് വിജയിച്ചവർക്ക് പരാജയപ്പെട്ടവരുടെ സ്വത്തുക്കളുടെ ഉടമസ്ഥരാകാൻ അവകാശമുണ്ട്. എന്നാൽ ഇപ്പോൾ യുദ്ധത്തിന് ആയുധങ്ങൾ ആവശ്യമായി വന്നപ്പോൾ ഓരോ ആയുധവും കടം വാങ്ങി. എത്ര ആയുധങ്ങൾ എടുക്കുന്നുവോ അത്രയും തന്നെ തിരികെ തരുമെന്ന് വാഗ്ദാനവും നൽകി. അതുപോലെ അബൂജഹലിന്റെ രണ്ടാനച്ഛൻ അബ്ദുല്ലാ ബിൻ അബി റബിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40,000 ദിർഹം കടം വാങ്ങി. ഒരു നിവേദനം അനുസരിച്ച് ഇവർ മക്ക വിജയത്തിന്റെ ദിവസം തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. മറ്റൊരു നിവേദനം അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളിലെ 3 പേരിൽ നിന്നാണ് കടം വാങ്ങിയത്. സഫ്വാൻ ബിൻ ഉമയ്യയിൽ നിന്ന് 50,000 ദിർഹമും അബ്ദുല്ലാ ബിൻ അബി റബിയിൽ നിന്ന് 40,000 ദിർഹമും ഹുവൈത്ത് ബിൻ അബ്ദുൽ ഉസൈൽ നിന്ന് 40,000 ദിർഹമും കടം വാങ്ങി. ഇതാകെ 1,30,000 ദിർഹമാണ്. ചില നിവേദനം അനുസരിച്ച് ഈ പണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയത്തിന് ശേഷം ആവശ്യക്കാരായ സാബിമാരെ സഹായിക്കാൻ വേണ്ടിയാണ് കടം വാങ്ങിയത്. ഈ പണം അവർക്കിടയിൽ വിതരണം ചെയ്യുകയും ഓരോ വ്യക്തിക്കും 50 ദിർഹം വീതം നൽകുകയും ചെയ്തു. മറ്റൊരു നിവേദനം അനുസരിച്ച് ബനു ജുസൈമയിലെ കൊല്ലപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകാൻ വേണ്ടിയാണ് ഈ പണം കടം വാങ്ങിയത്. വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കടം വാങ്ങിയിരിക്കാം. അതിൽ സാമ്പത്തിക സഹായവും നഷ്ടപരിഹാരവും ഉൾപ്പെടുന്നു. അള്ളാഹുവിന് മാത്രമാണ് നന്നായി അറിയാവുന്നത്. ഇതിൻ്റെ ബാക്കി വിശദാംശങ്ങൾ അടുത്ത തവണ ഞാൻ വിവരിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. നമസ്കാരത്തിന് ശേഷം ഞാൻ 2 ജനാസ നമസ്കാരം നിർവഹിക്കുന്നതാണ്. ഒന്ന് ബഹുമാന്യ ഖാജ മുഖ്താർ അഹമ്മദ് ഭട്ട് സാഹിബിൻ്റെതാണ്. അദ്ദേഹം ഖാജ അബ്ദുറഹ്മാൻ സാഹിബ് സിയാൽകോട്ടിൻ്റെ മകനായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ 92 വയസ്സിൽ അന്തരിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം സിയാൽകോട്ടിൽ ജനിച്ചു. നിയമം പഠിച്ച ശേഷം എയർഫോഴ്സിൽ ചേർന്നു. അവിടെ റസാൽപൂരിൽ നിന്ന് പരിശീലനം നേടുകയുണ്ടായി. 1974 വരെ പാകിസ്ഥാൻ വ്യോമസേനയിൽ നിയമ ഉദ്യോഗസ്ഥനായി ശ്രദ്ധേയമായ സേവനങ്ങൾ നൽകുകയുണ്ടായി. അതേ വർഷം തന്നെ മറ്റ് അഹമ്മദി ഉദ്യോഗസ്ഥർക്കൊപ്പം അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. 1974 അഹമ്മദിയ ജമാഅത്തിനെതിരെയുള്ള കലാപമുണ്ടായ സങ്കീർണ വേളയിൽ ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിന്റെ മാർഗനിർദ്ദേശത്തിൽ ജമാഅത്തിന്റെ നിയമ കമ്മീഷനിൽ അദ്ദേഹം സേവനം ചെയ്തു. ജമാഅത്തിന്റെ പരിശ്രമങ്ങളുടെ ഭാഗമായി പഞ്ചാബ് മുഖ്യമന്ത്രി ഹനീഫ് റാമിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. അത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് റളിയല്ലാഹു തആല അൻഹു, അശോക് ചൗധരി, സഫറുല്ല ഖാൻ സാഹിബ് റളിയല്ലാഹു തആല അൻഹു എന്നിവരുമായി അദ്ദേഹത്തിന് ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു. എസൻസ് ഓഫ് ഇസ്ലാം എന്ന ഗ്രന്ഥത്തിന്റെ ആദ്യ വോള്യം തയ്യാറാക്കുന്നതിൽ ഹദ്റത്ത് ചൗധരി സഫറുല്ല ഖാൻ സാഹിബിനെ സഹായിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. കേന്ദ്രതലത്തിൽ ഫസൽ ഉമർ ഫൗണ്ടേഷൻ ഡയറക്ടറായും റബ്വ ദാറുൽ ഖസായിൽ നിരവധി വർഷം ഖാദിയായും അദ്ദേഹം സേവനം ചെയ്തു. അള്ളാഹിൽ അദ്ദേഹത്തോടൊപ്പം കുറച്ചു കാലം ഞാനും ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നല്ല അഭിപ്രായം ഉള്ള ആളും വളരെ വിനയമുള്ള മനുഷ്യനുമായിരുന്നു. ഖിലാഫത്തുമായി അദ്ദേഹത്തിന് എപ്പോഴും ബന്ധമുണ്ടായിരുന്നു. പിന്നീട് എന്നോടും നല്ല ബന്ധമായിരുന്നു. 2002 അദ്ദേഹം കാനഡയിലേക്ക് താമസം മാറി. അവിടെ റീജിയണൽ അമീറായി സേവനം ചെയ്തു. നമസ്കാരങ്ങളും ഖുർആൻ പാരായണവും മുറതെറ്റാതെ നിർവഹിച്ചിരുന്നു. സാമ്പത്തികമായി വലിയ സേവനങ്ങൾ നൽകിയിരുന്നു. ആത്മാർത്ഥതയുള്ള അഹമ്മദിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതം ഖിലാഫത്തിനോടുള്ള വിശ്വസ്തതയുടെയും വിനയത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും ഉന്നത മാതൃകയായിരുന്നു. അദ്ദേഹത്തിന് ഭാര്യ, ഒരു മകൾ, 2 ആൺമക്കൾ, പേരക്കുട്ടികൾ എന്നിവരുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അമത്തുൽ ഖയ്യൂം സാഹിബ ഗുലാം അഹമ്മദ് അഖ്തർ സാഹിബ് മർഹൂമിൻ്റെ മകളാണ്. ഈ ഗുലാം അഹമ്മദ് അഖ്തർ സാഹിബ് റെയിൽവേയിൽ ഡയറക്ടർ പദവിയിൽ ഉണ്ടായിരുന്നു. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ കാലത്ത് വിരമിച്ച ശേഷം കുറച്ചുകാലം നാസറാലയും ആയി സേവനം ചെയ്തിട്ടുണ്ട്. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയുടെ പ്രസംഗവേദികളിൽ സുരക്ഷാ ചുമതലകളും അദ്ദേഹം നിർവഹിച്ചിരുന്നു. ചുരുക്കത്തിൽ സേവനം ചെയ്യുന്ന ഒരു കുടുംബമായിരുന്നു. അദ്ദേഹം UK-യിലെ ഖദാ ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ സാഹിദ് ഖാൻ സാഹിബിൻ്റെ ഭാര്യ പിതാവായിരുന്നു. ഖാജ സാഹിബിൻ്റെ മകൾ ആയിഷ ഖാൻ എഴുതുന്നു,
ഞാൻ അദ്ദേഹത്തെ എപ്പോഴും ഖിലാഫത്തിനോട് അനുസരണയുള്ളവനായി കണ്ടു. ഞങ്ങളുടെ 3 സഹോദരങ്ങളെയും അദ്ദേഹം അതേ രീതിയിലാണ് വളർത്തിയത്. ജമാഅത്തിനെയും ഖിലാഫത്തിനെയും അനുസരിക്കുന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിന് മറ്റൊരു ലക്ഷ്യമുണ്ടാകരുത് എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. 1974 എയർഫോഴ്സിലെ ജോലി അപ്രതീക്ഷിതമായി അവസാനിക്കുകയും പിന്നീട് അഭിഭാഷകനായി ജോലിയിൽ വലിയ വിജയം നേടാൻ കഴിയാതെ വരികയും ചെയ്തപ്പോഴും അദ്ദേഹം ക്ഷമയും അള്ളാഹുള്ള പൂർണ്ണമായ വിശ്വാസവും ഉപേക്ഷിച്ചില്ല. ഒരു മനുഷ്യന്റെ മുന്നിലും അദ്ദേഹം കൈനീട്ടിയില്ല. തൻ്റെ ആവശ്യങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രമാണ് സമർപ്പിച്ചിരുന്നത്. എനിക്ക് ബോധം വെച്ച കാലം മുതൽ ഞാൻ അദ്ദേഹത്തെ ആരാധനാനുഷ്ഠാനങ്ങളിൽ മുഴുകിയിരിക്കുന്നതായിട്ടാണ് കണ്ടത്. എല്ലാ പുണ്യപ്രവർത്തനങ്ങളിലും അദ്ദേഹം പങ്കെടുത്തതായി കണ്ടു. ചന്തകൾ എപ്പോഴും മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ നൽകുമായിരുന്നു. പണമുണ്ടെങ്കിൽ മുൻകൂട്ടി അടച്ചിരുന്നു. ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ അദ്ദേഹം മുൻപന്തിയിലായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഖിലാഫത്തിനോട് അസാധാരണമായ വിശ്വസ്തയോടെയുള്ള ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജമാഅത്തിന്റെ സംവിധാനങ്ങൾ പൂർണ്ണമായും അനുസരിക്കുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മറ്റ് സഹോദരങ്ങളും ജമാഅത്തിന്റെ സംവിധാനത്തോടും ഖിലാഫത്തോടും വളരെ ആത്മാർത്ഥതയോടെ ബന്ധമുള്ളവരാണ്, വളരെ ആത്മാർത്ഥമായ ബന്ധമുള്ളവരാണ്. കാരണം അവരുടെ പിതാവും അവരങ്ങനെയാണ് വളർത്തിയത്. അതിനാൽ ഈ മുഴുവൻ കുടുംബവും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ വിശ്വസ്തരാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഞാൻ പറഞ്ഞതുപോലെ അഖ്തർ സാഹിബിൻ്റെ മകളാണ്. ഇതും സേവനം ചെയ്യുന്ന ഒരു കുടുംബമാണ്. എന്തായാലും ഈ ഭാര്യ ഭർത്താക്കന്മാരുടെ ശിക്ഷണം കാരണം കുട്ടികളും ജമാഅത്തിനോട് ആത്മാർത്ഥതയോടെ ബന്ധമുള്ളവരും സേവനം ചെയ്യുന്നവരുമാണ്. അള്ളാഹു ഈ സന്താനങ്ങൾക്ക് അവരുടെ നന്മകൾ തുടരാനുള്ള കഴിവ് നൽകുമാറാകട്ടെ. പരേതനെ പാപമോചനവും കാരുണ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ നമസ്കാരം സൈദ ബീഗം സാഹിബയുടേതാണ്. അവർ ഇന്ത്യക്കാരനായ നസീർ അഹമ്മദ് സാഹിബിൻ്റെ ഭാര്യയായിരുന്നു. അവരും കഴിഞ്ഞ ദിവസങ്ങളിൽ 75 വയസ്സിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവർ മൂസിയായിരുന്നു. സംതൃപ്ത കുടുംബത്തിൽ ഭർത്താവ്, 3 പെൺമക്കൾ, 4 ആൺമക്കൾ എന്നിവരുണ്ട്. ഖാദിയാനിലെ നായിബ് നാസിർ ഇസ്ലാർ ഷാദ് താഹിർ അഹമ്മദ് താരിഖ് സാഹിബിൻ്റെ മാതാവായിരുന്നു അവർ. ജമാഅത്തിൻ്റെ പ്രതിനിധിയായി താഹിർ സാഹിബ് ഇംഗ്ലണ്ടിൽ വന്നതായിരുന്നു. ഈ സമയം അദ്ദേഹത്തിൻ്റെ മാതാവ് വഫാത്താവുകയുണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തിന് ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതും സേവനം ചെയ്യുന്ന ഒരു കുടുംബമാണ്. അവരുടെ ഇളയ മകൻ താഹിർ സാഹിബിൻ്റെ സഹോദരൻ ഷബീർ അഹമ്മദ് സാഹിബ് സിൽസിലയുടെ മാലിമാണ്. അതുപോലെ അവരുടെ മകൾ ജമാഅത്തിൻ്റെ മുബല്ലിഗ് ജബ്ബാർ സാഹിബിൻ്റെ ഭാര്യയാണ്. ബാക്കിയുള്ള 2 ആൺമക്കളും ജമാഅത്തിനെ സേവിക്കുന്നവരാണ്. വളരെ സേവനം ചെയ്യുന്ന ഒരു കുടുംബമാണ് അവരുടേത്. അള്ളാഹു അവരോട് പാപമോചനവും കാരുണ്യവും കാണിക്കുമാറാകട്ടെ. താഹിർ അഹമ്മദ് സാഹിബ് താരിഖ് സാഹിബ് എഴുതുന്നു, കഴിഞ്ഞ 25 വർഷമായി അവർ ശ്വാസമുട്ടൽ കാരണം ബുദ്ധിമുട്ടിലായിരുന്നു. വളരെ ക്ഷമയോടും അന്തസ്സോടും കൂടിയാണ് അവർ രോഗകാലം കഴിച്ചുകൂട്ടിയത്. ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. അവരുടെ കുടുംബം ജമ്മു കശ്മീരിലെ ചാർ കോട്ടാജൂരിൽ നിന്നാണ്. കുടുംബത്തിൽ അഹമ്മദ് പ്രചരിച്ചത് ഹസ്രത്ത് ഖാദി മുഹമ്മദ് അക്ബർ ഭട്ടി സാഹിബിലൂടെയാണ്. അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ പിന്നീട് അഹമ്മദ് വ്യാപിച്ചു. അവർ വളരെ മതവിശ്വാസിയും നമസ്കാരവും നോമ്പും മുറതെറ്റാതെ അനുഷ്ഠിച്ചിരുന്ന ആളായിരുന്നു. വിദ്യാഭ്യാസം കുറവായിരുന്നെങ്കിലും ഞങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ ഖുർആനിക ദുആകളും മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കവിതകളും ഹദീസുകളും പ്രവാചകന്മാരുടെ സംഭവങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. അവർക്ക് ശുചിത്വം വളരെ പ്രധാനമായിരുന്നു. എല്ലാവരുമായി നല്ല ബന്ധം പുലർത്തുകയും തൻ്റെ എല്ലാ ബന്ധുക്കളോടും സ്നേഹവും ദയവും കാണിക്കുകയും ചെയ്തിരുന്നു. ഖിലാഫത്തിനോടും സംവിധാനത്തോടും വലിയ സ്നേഹമായിരുന്നു. തൻ്റെ ആഗ്രഹപ്രകാരം ഞങ്ങളെ വഖഫ് ചെയ്യുകയും വഖഫ് പാലിക്കാൻ എപ്പോഴും ഞങ്ങൾ ഉപദേശിക്കുകയും ചെയ്തു. ഖുർആൻ പഠിക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഞങ്ങളെ തയ്യാറാക്കി അയക്കുമായിരുന്നു. അതുപോലെ ഭൗതിക വിദ്യാഭ്യാസത്തിനും ശ്രദ്ധ നൽകുകയുണ്ടായി.
എല്ലാ മക്കൾക്കും നല്ല വിദ്യാഭ്യാസം നൽകി അള്ളാഹു അവരുടെ പാപമോചനവും കാരുണ്യവും കാണിക്കുമാറാകട്ടെ. ആമീൻ. अल्लाह ताला इनसे मग़फ़िरत और रहम का सलूक फरमाए. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.